വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്ന് കപ്പ കൊണ്ടുള്ളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ സ്വന്തം പാൽക്കപ്പ. ഒരു പ്ലേറ്റിൽ കുറച്ച് പാൽക്കപ്പയും നല്ല എരിവും പുളിയും ഒക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു മീൻകറിയും ഇതിൻ്റെ ചാറോട് കൂടി ഇങ്ങനെ ഒഴിച്ച് അതിങ്ങനെ കുഴച്ച് ഒരു പിടി അങ്ങോട്ട് പിടിക്കണം. ഇതാണ് മക്കളെ സ്വർഗം. ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും ഒരു ഫാസ്റ്റ് ഫുഡിലും കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ഈ ഒരു സ്പെഷ്യൽ പാൽക്കപ്പ തയ്യാറാക്കാമെന്ന് കണ്ടിട്ട് വന്നാലോ. പാൽക്കപ്പ തയ്യാറാക്കാൻ വേണ്ടി കുക്കറിലേക്ക് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കപ്പ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 2 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കപ്പ അവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ഇത് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ഉടച്ചെടുത്തിട്ട് കാണിക്കാം. കപ്പ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ കത്തിച്ച് വേറൊരു പാനിലേക്ക് ഈ കപ്പ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 തേങ്ങാപ്പാലാണ്, അത് 1 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. 2 തേങ്ങാപ്പാലൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ നേരത്ത് നമുക്ക് 1 തേങ്ങാപ്പാലും അതും 1 കപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ചതച്ച കാന്താരി മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതിലൊരു ചെറിയൊരു കാര്യം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പച്ചവെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടി ഇതിലൊന്ന് ചേർത്ത് കഴിഞ്ഞ് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ പാൽക്കപ്പ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാൽക്കപ്പ ഇവിടെ റെഡി. ഒരു പ്ലേറ്റിൽ നല്ല ചൂട് പാൽക്കപ്പ അങ്ങ് എടുക്കണത്. എന്നിട്ട് അതിലേക്ക് നല്ല എരിവും പുളിയും ഒക്കെ പിടിച്ചിട്ടുള്ള നല്ല അസല് മീൻകറി നിങ്ങൾക്ക് ഏത് മീൻകറി വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല സ്രാവിൻ്റെ മീൻകറിയാണ്. അത് ഇതിലേക്ക് ഇങ്ങനെ കോരി ഒഴിച്ച് ഇങ്ങനെ കുഴച്ച് അതിൽ നിന്ന് ഒരു പിടി ഇങ്ങോട്ട് എടുക്കണം. ഇത്രയും നല്ല ടേസ്റ്റും ബെസ്റ്റ് കോംബോയും വേറെ ഒന്നും വേണ്ട, ഇത് മതി. സ്വർഗം അല്ലേ? ഇത് കണ്ടിട്ട് ആർക്കൊക്കെ വായിൽ വെള്ളം ഓറി. കപ്പലോടാനുള്ള വെള്ളം ഉണ്ടാവും അല്ലേ? ഉണ്ടാവുമെന്ന് എനിക്കറിയാം. നോക്കിയിരുന്ന് വെള്ളം ഇറക്കാതെ കപ്പ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടായിരിക്കും. നല്ല ചൂട് കപ്പയും നല്ല മീൻകറിയും ഒക്കെ കൂട്ടി ഈ മഴയത്തുനിന്ന് ഒരു പിടി അങ്ങോട്ട് പിടിച്ചു നോക്ക്. ഇതിനേക്കാളും വലിയൊരു സ്വർഗം വേറെ ഒന്നുമില്ല. സ്വർഗം തന്നെ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും എനിക്ക് വിലപ്പെട്ടത് തന്നെയാണ്. നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻസിലൂടെ അറിയിക്കൂ കേട്ടോ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ അടിപൊളി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ആ ബെൽ ബട്ടണും കൂടി കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, കമൻറ്റ് തരുമല്ലോ അല്ലേ? അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.